ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഈ പ്രപഞ്ചത്തിലെ സർവ പദാർത്ഥങ്ങളും ത്രിഗുണാത്മകമാണ്. സത്വം, രജസ്, തമസ് എന്ന 3 ഗുണങ്ങളാൽ ആവൃതമാണ്. ഈ 3 ഗുണങ്ങളാണ് ആ പരമാത്മാവിൽ നിന്നും ഈ പ്രപഞ്ച വസ്തുക്കളെ വ്യത്യസ്തമാക്കുന്നത്. അതിൽ നിന്ന് സംജാതമായതാണ് ഈ പ്രപഞ്ചത്തിലെ സർവ വസ്തുക്കളും. എന്നാൽ നീരാവി ഐസായതുപോലെയാണ്. നീരാവിയിൽ നിന്ന് വെള്ളമായി ഐസായി. ഐസായപ്പോൾ അതിന് വൃദ്ധിക്ഷയവും ഉൽപ്പത്തി നാശവുമുണ്ട്. ഐസായപ്പോൾ ഐസ് എന്ന ആ നാമധേയത്തിന് ഉണ്ടാവലുണ്ട്, നിലനിൽപ്പുണ്ട്, നാശവുമുണ്ട്. അതേപോലെ എന്നാൽ അതേ ഐസ് തന്നെയാണ് നീരാവിയായിത്തീരുന്നത്. നീരാവിയാകുമ്പോൾ ഇവയ്ക്ക് യാതൊരു ക്ഷയവുമില്ല. അത് സർവ്വവ്യാപിയാണ്, എന്നും നിറഞ്ഞതാണ്, ഒരിന്ദ്രിയങ്ങളെ കൊണ്ടും അതിനെ അറിയാൻ പറ്റാത്തതുമാണ്. അതുപോലെയാണ് ആ പരമാത്മ ചൈതന്യത്തെ നമ്മുടെ ഒരിന്ദ്രിയം കൊണ്ടും അറിയപ്പെടാൻ കഴിയില്ല. അതിൽ നിന്നുണ്ടായതാണ് പ്രകൃതിയും, പ്രകൃതിയിൽ നിന്നാണ് ഈ ത്രിഗുണങ്ങളും ഉണ്ടായിരിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളും ത്രിഗുണാധീനമാണ്. എന്നാൽ ആ പരമ്പൊരുളാകട്ടെ ത്രിഗുണാതീതവുമാണ്. ഗുണാതീതമാണ്, ഗുണത്തിന് അതീതമാണ്. സൃഷ്ടിജാലങ്ങളെല്ലാം ഗുണത്തിന് അധീനവുമാണ്. അങ്ങനെ ജാതി, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നിവ ഉണ്ടായതും ഈ ത്രിഗുണങ്ങളാൽ ആണ്. അതിനാൽ ഭഗവാൻ പറയുകയാണ്, ബ്രാഹ്മണ ക്ഷത്രിയ വിശാം ശൂദ്രാണാം ച പരന്തപാം കർമാണി പ്രവിഭക്താനി സ്വഭാവപ്രഭവൈർ ഗുണൈ. ഇതിൻ്റെ വിവർത്തനം ഒന്ന് നോക്കാം. ബ്രാഹ്മണ ക്ഷാത്ര വൈശ്യർതൻ ശൂദ്രന്മാർതൻ പരന്തപാം കർമ്മങ്ങൾ വിഭജിച്ചാൽ ഞാൻ സ്വഭാവജ ഗുണങ്ങളാൽ. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യൻ, ശൂദ്രൻ എന്നിങ്ങനെ സ്വഭാവത്തിനനുസരിച്ച് 4 തരം വർണ്ണങ്ങൾ ഉണ്ട്. ഈ 4 തരം വർണ്ണങ്ങൾ എന്നത് ത്രിഗുണാത്മകമാണ്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. അതിൽ ശൂദ്രനാണ് ആദ്യത്തേത്. ജന്മനാ എല്ലാവരും ശൂദ്രരാണ്. പിന്നീട് കർമ്മം കൊണ്ടാണ് ക്ഷത്രിയത്വത്തിലേക്ക് ഉയരേണ്ടത്. ശരീരത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ജീവിതമാണ് ശൂദ്രന്മാർ. ഏറ്റവും അധികം ദുഃഖിക്കുന്നതും അവർ തന്നെയാണ്. ആരാണോ ശരീരത്തിന് അത്യധികം പ്രാധാന്യം നൽകി ജീവിക്കുന്നത് അവർ ശൂദ്രരാണ്. ശൂദ്രന്മാർ മറ്റു 3 പേരെയും സേവിക്കണം എന്നാണ് പറയുന്നത്. ശരീരത്തിൽ മാത്രം ജീവിക്കുമ്പോൾ ശൂദ്രത്വവും, ശരീരത്തിൽ നിന്നും വിട്ട് മാനസിക തലത്തിലേക്ക് എത്തുമ്പോൾ വൈശ്യനുമാകുന്നു. മനോതലം വിട്ട് ബുദ്ധിതലത്തിലേക്ക് വരുമ്പോൾ ക്ഷത്രിയനാകുന്നു. ആത്മതലത്തിലേക്ക് വരുമ്പോൾ ബ്രാഹ്മണനാകുന്നു. ശൂദ്രൻ എന്നത് തമോ ഗുണത്തിൻ്റെ ആധിക്യത്തിൽ മാത്രം തെറ്റിദ്ധാരണകളെ കൊണ്ട് ആലസ്യവും നിദ്രയുമായി ശരീരപോഷണം മാത്രം ലക്ഷ്യമായി ജീവിക്കുന്നു. അപ്പോൾ തമോ ഗുണാധിക്യമാണ് ശൂദ്രനിൽ ഉള്ളത്. അടുത്ത വൈശ്യൻ. വൈശ്യൻ എന്നത് ഒരു ചെറിയ പ്രമോഷനാണ് മനോതലത്തിലേക്ക്. അവിടെ തമോ ഗുണവും രജോ ഗുണവുമാണ് പ്രാധാന്യം വൈശ്യന്. അടുത്തത് ക്ഷത്രിയൻ. ക്ഷത്രിയനാകുമ്പോൾ രജോ ഗുണവും
സത്വഗുണവുമാണ് പ്രാധാന്യം. രജോ ഗുണവും സത്വഗുണവും നിറഞ്ഞതാണ് ക്ഷത്രിയൻ. ബ്രാഹ്മണനാകുമ്പോൾ സത്വഗുണം മാത്രമുള്ളതാണ്. ബ്രാഹ്മണൻ സത്വഗുണം മാത്രമുള്ളത്, ശൂദ്രൻ തമോ ഗുണം മാത്രമുള്ളവർ. എന്നാൽ ഒരു ഗുണം മാത്രം ഒരു വ്യക്തിയിലും ഇല്ല. തമോ ഗുണം മുന്നിട്ട് നിൽക്കുകയും രജസും സത്വവും കുറച്ചാവുകയും ചെയ്യുമ്പോഴാണ് ശൂദ്രൻ. അവിടെ തമോ ഗുണമാണ് ആ ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും ഭരിക്കുന്നത്. വൈശ്യനാകുമ്പോൾ തമോ ഗുണവും രജോ ഗുണവുമുണ്ട്. ആ രണ്ട് ഗുണവും കൂടെ മിശ്രിതമായതാണ് വൈശ്യ സ്വഭാവം. ക്ഷത്രിയനാകുമ്പോൾ ആ രജോ ഗുണവും സത്വഗുണവും സമ്മളിതമാണ്. എന്നാൽ ബ്രാഹ്മണനാവട്ടെ സത്വഗുണ സമ്പുഷ്ടമാണ്. അവർക്ക് രജോ ഗുണവും തമോ ഗുണവും വളരെ കുറച്ചും സത്വഗുണം ഉന്നത നിലയിലുമായിരിക്കും. അപ്പോൾ ബ്രാഹ്മണത്വവും ശൂദ്രത്വം തമോ ഗുണാധിക്യവും ബ്രാഹ്മണത്വം സത്വഗുണ ആധിക്യവുമാണ്. ഈ ശൂദ്രത്വത്തിൽ നിന്നും ബ്രാഹ്മണത്വത്തിലേക്കാണ് നാം ഉയരേണ്ടത്. ബ്രാഹ്മണത്വം എന്നാൽ ബ്രഹ്മജ്ഞാനി, ബ്രഹ്മത്തെ അറിഞ്ഞ ആൾ. ഒരു മനുഷ്യജന്മത്തിൻ്റെ ഏറ്റവും ഉത്തുംഗമായ പദവി ബ്രാഹ്മണനായിത്തീരുക എന്നതാണ്. ബ്രാഹ്മണൻ എന്നതുകൊണ്ട് നാം ബ്രാഹ്മണനിൽ നിന്നും ജനിച്ച കുട്ടി ബ്രാഹ്മണക്കുട്ടി എന്ന അർത്ഥത്തിലല്ല. ബ്രാഹ്മണർക്കൊരു കർമ്മമുണ്ട്, ഉപനയന കർമ്മം. ഉപനയനം എന്നാൽ എന്നത് അടുത്തേക്ക് നയിക്കുക, പരമാത്മാവിൻ്റെ അടുത്തേക്ക് നയിക്കുന്നതാണ് ഉപനയനം. ഉപനയനം കഴിഞ്ഞാൽ മാത്രമേ ദ്വിജനാവൂ. ദ്വിജൻ എന്നാൽ രണ്ടാമത് ജനിച്ചവൻ എന്നാണ് അർത്ഥം. ആദ്യത്തെ ജന്മം മാതൃഗർഭത്തിൽ നിന്നും വന്നു, അത് ശൂദ്രനായിട്ടാണ്. പിന്നീട് കർമ്മം കൊണ്ട്, ഉത്കൃഷ്ടമായ ചിന്താധാരകളെ കൊണ്ട് ഒരു മാറ്റം വരുന്നു. അതാണ് ബ്രാഹ്മണനായി മാറുമ്പോൾ അവർ രണ്ടാമത്തെ ജന്മമാകുന്നു. നമ്മൾക്കൊക്കെ ആദ്യത്തെ ജന്മം നടന്നു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ജന്മം ബ്രാഹ്മണത്വത്തിലേക്ക് എത്തുമ്പോഴാണ്. ബ്രാഹ്മണത്വം എന്നാൽ ബ്രഹ്മജ്ഞാനം ലഭിക്കുക എന്നത്. ആ ബ്രഹ്മജ്ഞാനമാണ് നമുക്കെല്ലാവർക്കും നേടേണ്ടത്. അതിനാൽ നാം ദുഃഖിതരായി ജനിച്ചു വന്നു. പിന്നീട് വൈശ്യരെന്നാൽ മനോതലത്തിൽ ജീവിക്കുമ്പോൾ കൊടുക്കലും വാങ്ങലും കച്ചവടമാണല്ലോ വൈശ്യ സ്വഭാവം. ക്ഷത്രിയം എന്നാൽ മറ്റുള്ളവരെയെല്ലാം ധർമ്മനിഷ്ഠരാക്കുന്നതിനും അധർമ്മികളെ സംഹരിക്കാനും ബോധതലത്തിൽ ജീവിക്കുന്ന ആ സംയമനമുള്ള ശക്തിവിശേഷത്തിനാണ് അവിടെ ക്ഷത്രിയൻ എന്ന പദം കൊണ്ട്. അവിടെ അകർമ്മവും രജസ്സും ശക്തിക്ഷയിച്ച് പിന്നെ സത്വഗുണം മാത്രമാകുമ്പോൾ ബ്രാഹ്മണനായിത്തീരുന്നു. ഇങ്ങനെയാണ് 4 ജാതികളുടെ കൽപ്പന. ആ 4 ജാതികളിലും ത്രിഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നു. ആ ത്രിഗുണങ്ങൾ, സത്വരജസ് തമോ ഗുണങ്ങൾ, നാം ഏത് തലത്തിലെത്തിയെന്ന് നാം നമ്മെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മളിൽ തമസ് കുറഞ്ഞ് രജസം കുറഞ്ഞ് സത്വം കൂടുതലാണെങ്കിൽ നാം ബ്രാഹ്മണനായി ജനിച്ചു കഴിഞ്ഞു. പിന്നീട് ആ ബ്രഹ്മജ്ഞാനം അനുഭവവേദ്യമാകുമ്പോൾ നമ്മൾ ദ്വിജനായി മാറി രണ്ടാമത്തെ അവസ്ഥയിലേക്ക് നാം പരിണമിക്കുന്നു. ഇതെല്ലാം നമ്മുടെ ഈ ജീവിതത്തിൽ നാം നേടേണ്ടതാണ്. അത് നേടാൻ വേണ്ടിയാണ് നാം ഓരോരുത്തരും ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് എന്ന്. ബ്രാഹ്മണ ക്ഷാത്ര വൈശ്യർതൻ ശൂദ്രന്മാർ തൻ പരന്തപ കർമ്മങ്ങൾ വിഭജിച്ചാൽ ഞാൻ സ്വഭാവജ ഗുണങ്ങളാൽ